തിരികെ വരാം. ഇപ്പോൾ ഉദ്യോഗാർത്ഥിയായിട്ടുള്ള ഷിബു മുതുവന ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷിബു, PSC ചോദ്യപേപ്പർ ചോർന്നതായിട്ടാണ് ഇപ്പോൾ സംശയിക്കുന്നത്. LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് സൈറ്റിൽ എഴുതുന്നതിന് മുന്നേ പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങൾ. അതായത് PSCയുടെ എക്സാം ഇന്നലെയായിരുന്നു നടന്നിരുന്നത്, 5-ാം തീയതി. എറണാകുളം, വയനാട് ജില്ലകളിലുള്ള പരീക്ഷയാണ് ഇന്നലെ നടക്കേണ്ടിയിരുന്നത്. അത് ഇന്നലെ നടന്നു കഴിഞ്ഞ് ഇന്ന് രാവിലെ ഉറക്കമണിയിച്ച് നോക്കുന്ന സമയത്താണ് കേരള കൗമുദിയുടെ പത്രത്തിൽ ഈ പരീക്ഷയുടെ പേപ്പർ ചോർന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഇത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. PSCയെ പോലെ ആധികാരികമായിട്ടുള്ള ഒരു സംഗതിയിൽ ഇങ്ങനെ ഒരു വീഴ്ച വരിക എന്നുള്ളത് അത് വലിയ വിഷയം തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇതിനു വേണ്ടി ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ വയനാട് ജില്ലയിൽ പരീക്ഷ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പോൾ ഇത് സത്യത്തിൽ 2 ദിവസമായിരുന്ന ഇപ്പം സൈറ്റിൽ കാണുന്നത്. പക്ഷെ ഇപ്പം സൈറ്റിൽ ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പൊ പല യൂട്യൂബുകളിലും ഇത് ചർച്ചയായിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ 133/2024 എന്നുള്ള ബാർകോഡ് അടിച്ച് മാത്രമാണ് ഇത് ഉദ്യോഗാർത്ഥികൾ കിട്ടൂ എന്നുള്ള വിശദീകരണമാണ് യൂട്യൂബ് ചാനലുകാർ പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. കാരണം ഇത് അപ്ലോഡ് ചെയ്ത ആളുകൾക്ക് അത് ചോർത്തി കൊടുക്കാൻ കഴിയല്ല. ഈ ഇന്ന നമ്പറിലാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞ് ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അത് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് ആ ക്വസ്റ്റ്യൻ എടുത്തു വെക്കാനും അത് ഉത്തരം പഠിച്ചു പോകാനും പരീക്ഷയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് 100-ൽ 100 മാർക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പൊ ശരിക്കും ഇതിൽ PSC ശരിക്കും ഉദ്യോഗാർത്ഥികൾ ലക്ഷക്കണക്കിന് യുവാക്കളെ യുവതികളെ എന്ത് ചെയ്യാണ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസയോഗ്യതമല്ലാതെ കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ശക്തമായ പ്രതിഷേധം തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് വിചാരിക്കുന്നത് വെച്ചാൽ PSC ഓഫീസിൽ പോയിട്ട് അവരെ മുമ്പിൽ ഞങ്ങൾ ജീവാഹുതി നടത്തുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അത്രയേറെ പ്രയാസമുണ്ട് ഇക്കാര്യം കേൾക്കുമ്പോൾ. അപ്പൊ ഞങ്ങൾക്ക് ഉറക്കവും ഇല്ലാതെ ഇതിന്റെ പുറകെ നടന്നിട്ട് അവസാന നിമിഷത്തിൽ പരീക്ഷയാണ് നടക്കുന്നത്. എന്നെ പോലത്തെ ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇനി ഒരവസരം ഇല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ലിസ്റ്റുകളുണ്ട്. മുമ്പുണ്ടായ വിഷയങ്ങളൊക്കെ അറിയാവുന്നല്ലേ. CPO ലിസ്റ്റിനൊക്കെ പഠിക്കാത്ത ആളുകൾ 1-ാം റാങ്ക് 2-ാം റാങ്ക് കയറി പിന്നെ അവരെ പുറത്താക്കുന്ന അവസ്ഥ. അപ്പോൾ PSC തന്നെ എന്തായിട്ടുണ്ട്, ശരിക്കൊരു വിശ്വാസയോഗ്യമല്ലാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ഒന്നുകിൽ ഈ പരീക്ഷ റദ്ദ് ചെയ്ത് PSC എന്ത് ചെയ്യണം, വീണ്ടും പരീക്ഷ നടത്താനുള്ള ഒരു നടപടി എടുക്കണം. അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തരണം. വളരെ വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചത്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ? എനിക്ക് നിരാശയാണുള്ളത്. കാരണം പഠിച്ചിട്ട് ഇതിപ്പം ഈ ക്വസ്റ്റ്യൻ പലരെയും കയ്യിൽ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നല്ല മാർക്ക് വാങ്ങുമല്ലോ. അപ്പൊ ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ PSC പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത്രയും ആളുകൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയതിനു ശേഷം അവർ പഠിച്ചിട്ട് മാർക്ക് വാങ്ങിയാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഒന്നും അറിയാത്ത ഞങ്ങളെപ്പോലത്തുള്ള സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ. ശ്രീ ഷിബു മുതുവന ഒരു നിമിഷം ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നു, PSC നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ഈ ബുക്ക്ലെറ്റ് നമ്പർ ആർക്കും ലഭിക്കില്ല എന്നാണ്. അത്തരത്തിൽ ബുക്ക്ലെറ്റ് നമ്പർ ആർക്കെങ്കിലും ലഭിച്ചോ അല്ലെങ്കിൽ PSC ഉദ്യോഗസ്ഥർ തന്നെ ഈ ചോദ്യപേപ്പർ ചോർത്താൻ കൂട്ടുനിന്നു എന്നാണോ സംശയിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അതെന്താന്ന് വെച്ചാല് അവര് പറയുന്നത് എന്താ വെച്ചാൽ ഈ 133/2024 എന്ന് പറയുന്ന നമ്പർ, കാറ്റഗറി നമ്പർ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് വാക്കാൽ അവർ പറയുന്ന കാര്യമാണ്. പക്ഷെ അവർ ഇതിന്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് അവർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്താൽ പോരെ. എന്തിനാണ് ഒരു ദിവസം മുന്നേ ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം? അവരങ്ങനെ പറയുന്നത് ഞങ്ങൾ എന്താ പൊട്ടന്മാരാണോ? അതായത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സ്വാധീനമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ PSCയിൽ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകി എന്നാണോ ഇപ്പോൾ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ശ്രീ ഷിബു മുതുവന ആരോപിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാലോ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അവർക്ക് പറ്റുന്ന ആളുകൾക്ക് സ്വകാര്യമായിട്ട് വളരെ രഹസ്യമായിട്ട് ഈ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരാർക്കാണോ അവർക്ക് ഇതുകൊണ്ട് രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഈ ലിസ്റ്റിൽ കടന്നുകൂടാൻ ഉറപ്പായിട്ട് കടന്നുകൂടുമല്ലോ. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി PSC മുൻകൂട്ടി ചെയ്ത ഒരു പരിപാടിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് മാത്രമാണ് ഇപ്പൊ പിടിക്കപ്പെട്ടുള്ളത്. ഇത് മുൻപ് നടന്ന പരീക്ഷകൾക്കൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കാരണം ഇതൊന്നും ആളുകൾ അറിയുന്നില്ല. സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അറിയില്ല. ഇതിനു മുമ്പ് കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ LD ക്ലർക്ക് പരീക്ഷയിലും ഇത്തരത്തിൽ ചോദ്യപേപ്പർ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് അവർ പിൻവലിച്ചിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് ബലപ്പെടുകയാണല്ലേ? അതായത് മുമ്പ് നടന്ന എല്ലാ പരീക്ഷകളും ഇതുപോലെ തട്ടിപ്പ് നടന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് ഇപ്പോൾ ഒരു സംശയം ജനിപ്പിക്കുകയാണ്. കാരണം നമ്മളതിന്റെ പുറകെ നടക്കാൻ നമ്മളിപ്പോൾ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് ഇതിന്റെ പുറകെ നടക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ മുൻകാലങ്ങളിലും ഇത് നടന്നിട്ടുണ്ടാവുമോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്.
ഇനി എന്ത് നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ എന്തായാലും തിങ്കളാഴ്ച ദിവസം ആകുമ്പോഴത്തേക്ക് PSCന്റെ ഒരു വിശദീകരണം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് കൂടിയാലോചിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. ശ്രീ ഷിബു, PSC ഇതുമായി ബന്ധപ്പെട്ട് PSCയിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഇതിനകം നടത്തിയിട്ടുണ്ടോ? PSCയിൽ ഞാൻ വിളിച്ച് അന്വേഷിച്ചില്ല. കാരണം വിളിച്ചു നോക്കിയ സമയത്തൊക്കെ എന്താണ് ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു, കിട്ടിയിട്ടില്ല. അപ്പൊ രണ്ടാമത് എന്താ വെച്ചാൽ ഇത് കേരള കൗമുദി പത്രത്തിൽ വന്നതിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് കേരള കൗമുദി തെറ്റായ ഒരു വാർത്ത കൊടുത്താണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതായത് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക അകറ്റാനുള്ള ഉത്തരവാദിത്വം കേരള PSCക്ക് ഉണ്ട്. കാരണം നമ്മൾ അത്രയേറെ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു കൃത്രിമത്വം നടന്നത് അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഷിബു പ്രതികരിച്ചതിന്.